ഇവിടുത്തെ വിഷയം ആത്മാവും ആത്മാർത്ഥതയും. ആത്മാർത്ഥത എന്താണെന്ന് പറയണമെങ്കിൽ ആത്മാവിനെ അറിയണം. ആത്മാവ് എന്നത് അന്വേഷിക്കാൻ ഒരു ജന്മമോ പല ജന്മമോ എടുത്താൽ തീരില്ല. പലരും എത്രയോ കാലങ്ങളായി എത്രയോ ജന്മങ്ങളായി അന്വേഷിക്കുന്നത് ഈ ആത്മാവിനെ തന്നെയാണ്. വേദങ്ങളിൽ മഹാവാക്യങ്ങൾ പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മഹാവാക്യം 4 അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മം എന്നാൽ ആത്മാവ്. തത്വമസി, ആ ആത്മാവ് അത് നീയാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ബ്രഹ്മം അത് ഈ ബോധമാകുന്നു. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു. അപ്പോൾ ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ എന്താണ് ബ്രഹ്മം? അതാണ് ആത്മാവ്. അപ്പോൾ ഈ ആത്മാവ് എന്താണ്? അതന്വേഷിക്കലാണ് ആത്മീയത. ആധ്യാത്മികതയും ആത്മീയതയും ഒന്നല്ല. ആധ്യാത്മികതയും ആത്മീയതയും വിഭിന്നങ്ങളാണ്. ആധ്യാത്മികത ആത്മാവിൽ നിന്നും വേറിട്ടതെന്ന് പറയാൻ കാരണം ആത്മാവ് അന്തരംഗത്തിൽ വസിക്കുന്നതാണെന്ന് സ്വാമിജി നേരത്തെ പറഞ്ഞു. അവനവൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണെന്നും പറഞ്ഞു. അതേ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ബോധമാണ് എന്നും പറയുന്നുണ്ട്. അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ബോധമാണ് ആത്മാവ്. അതേപോലെ തന്നെ ആചാര്യന്മാർ പറഞ്ഞു, ആത്മാബോധം അത് മാത്രമേ ഉള്ളൂ, അതാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യയാണ്, മായയാണ്. ആത്മാ മാത്രമാണ് സത്യമായുള്ളത്. സത്യമെന്നാൽ സത്ത് ഭാവമായിട്ടുള്ളത് സത്യം. അതായത് ത്രികാലങ്ങളിലും, കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും നാളെയും ത്രികാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതെന്തോ അത് സത്യം. മാറ്റം വന്നാൽ അത് സത്യമായിരുന്നില്ല. ഉണ്ടായതൊന്നും സത്യമല്ല. കാരണം ഉണ്ടായതാണെങ്കിൽ അത് നശിക്കും. നശിക്കുന്നതൊന്നും സത്യമല്ല. അപ്പോൾ ഉണ്ടായിട്ടില്ലാത്ത എന്നും ഉണ്ടായിരുന്നതും ഇപ്പോഴുമുള്ളതും എക്കാലവും നിലനിൽക്കുന്നതുമായ ആ ഭാവം, ആ ബോധമാണ് സത്യം. അതാണ് ആത്മാ എന്ന് പറയാൻ എളുപ്പമാണ്. ഇതിനെ അനുഭവിക്കാതെ അറിയുകയും അറിഞ്ഞതിനെ വിശേഷമായി അറിയുന്നതും, അതായത് ജ്ഞാനവും വിശേഷജ്ഞാനവും അനുഭവജ്ഞാനവും ഇല്ലാതെ നമുക്കതെങ്ങനെ ബോധ്യമാകും? പലരും പലതും പറയുന്നു, കണ്ണടച്ചതങ്ങ് വിശ്വസിക്കുന്നു. എന്നാൽ യുക്തിബോധമുള്ള ഒരാൾ പോലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. യുക്തിബോധമുള്ളവന് തൻ്റെ യുക്തിക്ക് നിരക്കുന്നതായ രീതിയിൽ നിരക്കുന്നതാണെങ്കിൽ മാത്രമേ അതിനെ വിശ്വസിക്കുകയുള്ളൂ. അതിന് ശാസ്ത്രമുണ്ടാവണം. ശാസ്ത്രബദ്ധമായി പറയുന്നതിനെ യുക്തിബോധമുള്ളവൻ സത്യമായി അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു, അതങ്ങ് കണ്ണടച്ച് കേൾക്കുന്നു, വിശ്വസിക്കുന്നു. അതൊരിക്കലും യുക്തിബോധമുള്ളവർക്ക് നല്ലതല്ല, അംഗീകരിക്കുകയുമില്ല. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു ധാരാളം പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. സപ്താഹങ്ങളും നവാഹങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഈ കാലങ്ങൾ ഇത്രയുമായി ഇതൊക്കെ നടന്നിട്ടും സത്യബോധം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രയോ 25 വയസ്സ് മുതൽ ഇപ്പോഴും സപ്താഹം നടത്തുന്ന ആചാര്യനാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇത്രയും കാലവും ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തി എത്ര ആയിരം പേര് ഇത് കേട്ടു.
അതിൽ നിന്ന് സത്യബോധമുണ്ടായ 10 പേരെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഇത്രയും കാലം ഈ സംസാരിച്ചത് മുഴുവൻ വൃഥാവിലായി എന്ന് വേണം കരുതാൻ. ഗുരു എന്ന് പറയുന്നത് പോലും അജ്ഞാനത്തെ നിവാരണം ചെയ്യുന്ന ആളാണ്. കുറേ ശാസ്ത്രത്തെ പഠിച്ച് അത് ഇങ്ങനെ അയവിറക്കി ശാസ്ത്രജ്ഞാനിയായിട്ട് ഇരുന്നാൽ ഗുരുവാവില്ല. ആ താൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പ്രകർഷിപ്പിച്ച് അവർക്ക് ആ അനുഭൂതിയെ നുകരുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് ഗുരു. നാം ഒക്കെ ഇത്രയും കാലം അത് ചെയ്തിട്ട് എത്ര പേര് ആ ആനന്ദ അനുഭൂതി നുകരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഈ അടുത്ത കാലത്തായി ഞാനൊരു രാമായണ മാസാചരണത്തിൻ്റെ അതിൻ്റെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുന്നതിൻ്റെ വലിയൊരു പരിപാടിയാണ്. തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടൽ സൗത്ത് പാർക്കിലായിരുന്നു അത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ സംസ്ഥാനതല നേതാക്കളും പ്രമുഖ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരും ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെ അവരൊക്കെ പങ്കെടുത്ത ആ സ്വാഗത സംഘ സമ്മേളനത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചത്, 1982 മുൻപ് കർക്കിടക മാസത്തിൽ രാമായണം ചൊല്ലുന്ന ശീലം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ചില വീടുകളിലും മാത്രം ഒതുങ്ങി നിന്നതായിരുന്നുവെങ്കിൽ 82 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ചാണ് രാമായണം പാരായണം ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ ഭവനങ്ങളിലും ചൊല്ലാൻ തീരുമാനമായത്. ആ പ്രഖ്യാപനം ഉണ്ടായത് 82-ലാണ്. 43 വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാമായണം ചൊല്ലിയതിൻ്റെ ഫലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. രാമനെ ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടാണ് കാണുന്നത്. ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് ശ്രീരാമനാണ്. ധർമ്മത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് ശ്രീരാമനാണ്. ആ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായ ശ്രീരാമനെ സംബന്ധിച്ച ശ്രീരാമൻ്റെ അയനം രാമായണം ചൊല്ലി 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 പതിഞ്ഞിട്ടും സമൂഹത്തിൽ ധർമ്മം വളർന്നോ തളർന്നോ ഓരോരുത്തരും ആത്മചിന്തനം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ചാൽ 82 മുൻപുണ്ടായിരുന്ന ധാർമ്മിക നിലവാരം താഴ്ന്നതായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ തലം മുതൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ചിന്തിച്ചു നോക്കുക. അന്നത്തെ പോലത്തെ 82 വരെയുള്ള സംസ്കാരമാണോ ഇന്നുണ്ടായിരിക്കുന്നത്? മയക്കുമരുന്നുകളുടെയും ധാർമ്മിക ച്യുതിയുടെയും ഒക്കെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തിനേറെ വീടുകൾ വരെ, എന്തിനേറെ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ. ഇന്ന് ഏറ്റവും സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ഥാപനം മദ്യശാലകളാണ്. ഈ മദ്യശാല മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ? ബൈബിളിൽ സങ്കീർത്തനത്തിൽ പറയുന്നു, മാനത്തോടെ ഇരിക്കുന്നവൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമത്രേ. അപ്പോൾ ഒരു മൃഗത്തെ പോലെ ആക്കുന്ന ഈ മദ്യത്തെ ഇന്ന് ഗവൺമെൻറ് തലത്തിൽ പോലും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ സാമാജിക തലത്തിൻ്റെ അവസ്ഥ ചിന്തിക്കുക, വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥയെ ചിന്തിക്കുക. ഈ രാമായണ മാസാചരണം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? അതുറക്കെ പറയണം. നാം അല്ലാതെ ഇത് ആരാണ് ഇനി പറയേണ്ടത്? ഇത് ഉറക്കെ പറയണം, ഉറക്കെ ചിന്തിക്കണം, ചർച്ച ചെയ്യണം.
അപ്പോൾ രാമായണം ഇത്രയും കാലവും ചൊല്ലി ആചരിച്ച് വന്ന രീതിയെ പുനഃപരിശോധിക്കണം. എങ്ങനെ? രാമായണത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് ചോദിച്ചാൽ, രാമായണം ഉണ്ടാകുന്ന സന്ദർഭം വാൽമീകിയുടെ ആശ്രമത്തിൽ നാരദ മഹർഷി സഞ്ചാരിയായിട്ടുള്ള അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തോട് വാൽമീകി മഹർഷിയുടെ മനസ്സിൽ കുറേ കാലമായി ചിന്തയിലുണ്ടായിരുന്ന ഒരു കാര്യം ചോദിച്ചു. അതായത് ഉത്തമ പുരുഷൻ്റെ ലക്ഷണങ്ങൾ, നല്ല ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ. വാൽമീകിയുടെ മനസ്സിൽ 15 ഗുണങ്ങളോട് കൂടിയ പുരുഷൻ, അതായത് മനുഷ്യൻ, അത്രയും ഗുണങ്ങൾ വാൽമീകി നാരദനോട് പറഞ്ഞിട്ട്, ഇത്രയും ഗുണങ്ങളുള്ള ഒരു പുരുഷനെ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് നാരദ മഹർഷി പറയുന്നത് 66 ഗുണങ്ങളാണ്. 15-നെതിരെ 66 ഗുണങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞു. അപ്പോഴാണ് വാൽമീകി ചോദിക്കുന്നു, രാമൻ അത് ഇത്രയും എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും ഗുണങ്ങളുള്ള ഉത്തമ പുരുഷൻ ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായി രാമൻ അയോധ്യയിലുണ്ട്. അപ്പോൾ രാമനെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ രാമൻ്റെ കഥ നാരദ മഹർഷിയാണ് ശ്രീരാമനോട് വാൽമീകി മഹർഷിയോട് പറയുന്നതും അതാണ് വാൽമീകിക്ക് രാമായണം എഴുതാൻ കാരണമായതും. അപ്പം ഇവിടെ 66 ഗുണങ്ങളും രാമായണത്തിൻ്റെ ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള 6 കാണ്ഡങ്ങളിലായി രാമൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് അടിസ്ഥാനം. 66 ഗുണങ്ങളും 6 കാണ്ഡങ്ങളിലായി രാമൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഗുണങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. രാമൻ്റെ കഥ അറിയണ്ടെന്നല്ല, രാമൻ്റെ കഥ അറിയണം. അതിലുപരി രാമായണത്തിലെ ഉത്തമ പുരുഷ ലക്ഷണങ്ങളായ 66 ഗുണങ്ങളാണ് നാം യുവാക്കളോട് പറയേണ്ടത്. ആ ഗുണങ്ങൾ ആർജിക്കുവാനാണ് നാം പ്രബോധനം ചെയ്യേണ്ടത്. അതുപോലെ രാമായണത്തിലെ ബാലകാന്ഡം മുതൽ രാമ ഭരത സംവാദവും രാമലക്ഷ്മണ സംവാദവും തുടങ്ങി, അതിനു മുമ്പ് ഉമാമഹേശ്വര സംവാദം, അവിടെ മുതൽ തുടങ്ങി അവസാനം രാവണ കുംഭകർണ സംവാദവും രാവണ വിഭീഷണ സംവാദവും വരെയുള്ള 40-ലധികം സംവാദങ്ങളുണ്ട് രാമായണത്തിൽ. ഈ സംവാദങ്ങൾ പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചുള്ളതാണ്. ആ സംവാദങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ചിന്തിക്കേണ്ടത്. മറ്റത് വേണ്ട എന്നല്ല. കുട്ടികൾക്കും ചിന്താശേഷി കുറഞ്ഞവർക്കും ഒക്കെ കഥകൾ വേണം. ഇതുപോലെ ഓരോ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും നിരന്തരം പാരായണം ചെയ്താലും അതിലെ തത്വവിചാരങ്ങൾ ചെയ്യണം. തത്വവിചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇവിടെ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രഭാഷണം നടത്തിയാൽ അത് നാം കേട്ട് കുറച്ച് നേരം തങ്ങി നിന്ന് പിന്നെ അങ്ങ് പോയി വല്ല പ്രയോജനവും ഉണ്ടോ? ഈ കാലാകാലങ്ങളായി പിന്തുടരുന്ന രീതിയെ മാറ്റണം. ധാർമ്മികമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിനെ സംരക്ഷിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ആത്മാവിനെയും കുറിച്ച് ബോധമുള്ളവനായി മാറണം. അതിന് തത്വവിചാരം ചെയ്യേണ്ടതുണ്ട്. ആധ്യാത്മികത എന്നത് തൻ്റെ ശരീരവും മനസ്സും അതുപോലെ ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ്. അതൊരിക്കലും മോക്ഷത്തെ സഹായിക്കുന്നതല്ല. മോക്ഷത്തെ സഹായിക്കുന്നത് ആത്മീയമാണ്, ആത്മാവിനെ സംബന്ധിച്ച അറിവുകളാണ്, അതിനെക്കുറിച്ചുള്ള അനുഭൂതിയാണ്. ആത്മാവ് തൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. ആധ്യാത്മികത പുറത്താണ്. ആ ആധ്യാത്മികതയുടെ ഭാഗമാണ് മതങ്ങൾ.
ജാതിയും കുലവും വർണ്ണവും ഗോത്രവും എല്ലാം ആധ്യാത്മികതയുടെ ഭാഗമാണ്. ആത്മീയത ഇതിൽ നിന്നെല്ലാം വേറിട്ടതാണ്, മതത്തിൽ നിന്നും വേറിട്ടതാണ്. ആത്മീയ പുരോഗതി ആർജിച്ച ഒരാൾക്ക് ജാതി ഉണ്ടാവില്ല, മതമുണ്ടാകില്ല, അവർക്ക് കുലമോ ഗോത്രമോ ഉണ്ടാവില്ല. ഇതെല്ലാം പറയുന്നത് അവർ ആധ്യാത്മികതയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അവർ ആത്മീയത നേടിയിട്ടില്ല. ആത്മീയത ബാഹ്യ വിഷയങ്ങളിൽ നിന്നുള്ള വിരക്തിയിലൂടെ ആത്മീയത അറിയാൻ കഴിയൂ. രണ്ട് തട്ടുകളുണ്ട്, ഭൗതികതയും ആത്മീയതയും. ആത്മീയതയിൽ നിങ്ങൾക്ക് തൂക്കം കൂടിയാൽ ഭൗതികതയിൽ തൂക്കം കുറയും. ഭൗതികതയിൽ തൂക്കം കൂടിയാൽ, താല്പര്യം കൂടിയാൽ ആത്മീയതയിൽ പുരോഗതി ഉണ്ടാവില്ല. ആത്മീയതയും ഭൗതികതയും ഒരേ നേർരേഖയിൽ പോവില്ല. പോകുന്നത് എവിടെ? ആത്മജ്ഞാനം മാത്രമാണ്, ബാഹ്യമായ അറിവ് മാത്രമാണ്. അതിൻ്റെ അനുഭവം നേടുമ്പോൾ ഭൗതികതയിൽ വിരക്തി ഉണ്ടാവും.